വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സ്കിൻ കെയർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് നാളായി ഞാനൊരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഒരു ഹെയർ കെയർ പാക്ക് ചെയ്തിട്ട്. കാരണം കുറച്ച് തിരക്കുകൾ കാരണമായിട്ട് അങ്ങനെ കുറച്ച് ഡിലേ ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഒരു ബ്രൈറ്റനിങ് ആവാനും അതേപോലെ തന്നെ ടാൻ റിമൂവ് ചെയ്യാനും വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് കാണിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോ താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മുടെ തക്കാളി വെച്ചിട്ട് ഒരു ഫേഷ്യലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ടൊമാറ്റോ ഫേഷ്യലാണ്. ഇപ്പൊ തക്കാളി നമുക്കറിയാം നമ്മുടെ കണ്ണിനടിയിലുള്ള കറുപ്പ് അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ഒരു വെജിറ്റബിൾ ആണ് നമ്മുടെ തക്കാളി. അപ്പൊ ഇത് വെച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മള് ആദ്യം ഈ തക്കാളി നമ്മുടെ 3 പീസായിട്ട് ഡിവൈഡ് ചെയ്യും. കാരണം 3 സ്റ്റെപ്പാണ് ഉള്ളത്. സ്ക്രബ്, മസാജ്, ഫേഷ്യൽ, അങ്ങനെ 3 സ്റ്റെപ്പാണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മുടെ തക്കാളി 3 പീസായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബാണ്. അപ്പൊ ആദ്യം നമ്മുടെ മുഖം നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. അത് നമ്മുടെ ഫേസ് വാഷ് ഉപയോഗിച്ചൊന്നും അല്ല, ജെന്റിലായിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്ക്രബ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് 1 പീസ് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു തക്കാളി എടുത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ സ്ക്രബാണ് ചെയ്യുന്നത്. അപ്പം ഈ തക്കാളിയും അതേപോലെ തന്നെ തക്കാളിയുടെ ഈ നീരും നമ്മുടെ പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയാണ് നമ്മൾ സ്ക്രബ് ചെയ്യേണ്ടത്. നന്നായിട്ട് മുഖത്ത് മൊത്തം അതുപോലെ തന്നെ കഴുത്തിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. തക്കാളിയുടെ ആ നീരും അതേപോലെ തന്നെ നമ്മുടെ പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സ് ആയതിനു ശേഷമാണ് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ഒളിപ്പിക്കുക. നമ്മുടെ ഈ സ്ക്രബ് ഒരു 5 മിനിറ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. അതിന് ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ടതില്ല, നമ്മുടെ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ആദ്യത്തെ സ്ക്രബ് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ മുഖം നന്നായിട്ട് വാഷ് ചെയ്തു. സ്ക്രബ് ചെയ്തിട്ട് അപ്പൊ തന്നെ കഴുകി കളയണമെങ്കിൽ കഴുകി കളയാമില്ല. ടൈം ഉള്ളവരാണെങ്കിൽ വെയിറ്റ് ചെയ്തതിനു ശേഷം കഴുകി കളഞ്ഞാലും മതി. അതിനുശേഷം ഈ സ്റ്റെപ്പ് നമ്മൾ ഒരിക്കലും മിസ്സാക്കരുത്. കാരണം ഈ നമ്മുടെ സ്ക്രബിങ് മിസ്സാക്കിയാൽ പിന്നെ അങ്ങോട്ട് ചെയ്തിട്ട് നമുക്ക് വലിയ എഫക്റ്റ് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ക്രബിങ് മിസ്സാക്കരുത്. അതേപോലെ തന്നെ ഈ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീൻ ആയ ഒരു ഫീല് നമുക്ക് കിട്ടും. കാരണം നന്നായിട്ടൊരു ഇത്രയും നേരം ഇരുന്ന ആ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം ക്ലീൻ ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് മസാജിങ് ആണ്. മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സെക്കൻഡ് മുറിച്ച് വെച്ചിട്ട് സെക്കൻഡ് പോർഷൻ നമ്മുടെ തക്കാളിയുടെ 2ാമത്തെ ഭാഗം എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തേനാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം തേൻ കുറച്ച് ഒഴിച്ചു വെക്കുക. കുറച്ച് തേനും കൂടി ഒഴിച്ച് ഇനി ഇത് മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് നന്നായിട്ട് നമ്മുടെ മുഖത്തെ കഴുത്തിലും, നേരത്തെ ഞാൻ കഴുത്ത് ചെയ്തില്ല കാരണം മുഖത്ത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. കഴുത്തിലും കൂടി ചെയ്യുക. മുഖത്ത് എന്ത് ചെയ്താലും അത് കഴുത്തിലും കൂടി ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞു. ഇനി അടുത്ത മസാജ്.
സ്ക്രബ് ചെയ്യുന്നത് പോലെ അത്രയ്ക്ക് ഹാർഡായിട്ട് മസാജ് ചെയ്യണ്ട. കാരണം നമ്മൾ സ്ക്രബിങ് ചെയ്തത് കൊണ്ട് തന്നെ അത്രയ്ക്ക് നന്നായിട്ട് ചെയ്യണ്ട. നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ചാൽ മാത്രം മതി. ഇത് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. കാരണം തേൻ ആയതുകൊണ്ട് നമുക്ക് ഫേസിന് നല്ലതാണ്. സ്കിന്നിനെ ബ്രൈറ്റ് ആവാൻ വേണ്ടി വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ തേൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വാഷ് ചെയ്ത് കളയണ്ട. ഇതിന് മുകളിലായിട്ട് തന്നെ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. കണ്ണിനടിയിലുള്ള കറുപ്പൊക്കെ മാറാനായിട്ട് നല്ലൊരു ഫേഷ്യലാണ് കേട്ടോ അത്. ഇതും ചെയ്യുന്നത് ഒരുപാട് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹണി വെച്ചിട്ട് തേൻ വെച്ചിട്ട് അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇതിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഇതിട്ടിട്ട് നമുക്ക് അടുത്ത ഫേസ് പാക്ക് ഇടാം. ഇല്ല, ടൈം ഇല്ലാത്തവരാണെങ്കിൽ ഇതിട്ട ഉടനെ തന്നെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഫേസ് പാക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ എന്തായാലും ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അതിലേക്ക് നമ്മൾ ഈ തേർഡ് പോർഷൻ നമ്മൾ 3ആയിട്ട് മുറിച്ച് വെച്ചേക്കുന്നതിൽ 3ാമത്തെ പോർഷൻ എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി, അല്ലെങ്കിൽ മഞ്ഞ നിറമായി. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് നമ്മുടെ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കോഫി പൗഡർ ഇല്ലാതെ ഒരു കളിയില്ലല്ലോ നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് കോഫി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളിയില് 3ാമത്തെ തക്കാളിയില് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കോഫി പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം വാഷ് ചെയ്ത് കളയുക. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ തക്കാളി നീര് ജാറിലിട്ട് അടച്ച് നീരാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കാപ്പിപ്പൊടിയും ആഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഈ പാക്ക് ഇട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് കളയുക കേട്ടോ. വേണമെങ്കിൽ നമുക്കിത് ഒരു പാത്രത്തില് വല്ലതും നമ്മുടെ കോഫി പൗഡർ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടുതൽ സ്ക്രബ് ഒന്നും ചെയ്യേണ്ട. കാരണം നമ്മൾ ഓൾറെഡി സ്ക്രബ് ചെയ്തതുകൊണ്ട് തന്നെ സ്ക്രബ് ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുക. മിനിറ്റിന് ശേഷം ഞാൻ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു നമ്മുടെ മുഖം നന്നായിട്ട് ക്ലിയർ ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഇത് ഇട്ടതിന് ശേഷം ഏതൊരു ഫേഷ്യൽ ചെയ്താലും അല്ലെങ്കിൽ ഏതൊരു ക്ലീനപ്പോ എന്ത് നമ്മുടെ ഫേസിൽ ചെയ്താലും അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് മസ്റ്റ് ആണ്. അപ്പോ പാക്ക് കഴുകി കളഞ്ഞ് ഇതാണ് എനിക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ട്. ഇനി മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സൺസ്ക്രീൻ വല്ലതും യൂസ് ചെയ്യണം. അത് മസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ റിസൾട്ട്. നമ്മൾ നോർമൽ വാട്ടറിലാണ് നമ്മൾ മുഖം വാഷ് ചെയ്ത് കളയേണ്ടത്. ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, യൂസ് ചെയ്യരുത്. അപ്പോ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ ഒരു മോയ്സ്ചറൈസറും ഇട്ടതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാണിത്. അപ്പോ ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹമുള്ളവരെ ട്രൈ ചെയ്ത് നോക്കുക, സമയമുള്ളവരെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമുള്ള, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫേഷ്യലാണ് ടൊമാറ്റോ ഫേഷ്യല്. വേറെ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല ഒരു നല്ല റിസൾട്ടാണ്. നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്ക് ഈ ടൊമാറ്റോ ഫേഷ്യൽ ചെയ്യാം. നല്ലൊരു അമേസിങ് ചേഞ്ച് ആയിരിക്കും നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്നത്. അത് മാത്രമല്ല ചെയ്ത് നോക്കാൻ ആഗ്രഹമുള്ളവർ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരുപാട് ടൈം ഒന്നും ചെലവില്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഫേഷ്യൽ കൂടിയാണിത്.
അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു സ്കിൻ കെയർ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഇതേപോലെ തന്നെ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ്. അതുവരേക്കും